ശ്രീ നന്ദു, ഇന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ, മന്ത്രി പുറത്തിരിക്കുകയാണ്, തന്ത്രി അകത്തും. അപ്പോൾ ഇതിൽ ഈ ഗൂഢാലോചനയടക്കം നടത്തിയ, ഇതിന്റെ പങ്ക് പറ്റിയ മന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം വേണ്ടേ? ഇത്തരത്തിൽ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തടക്കം ആരോപിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാനാന്തര ബന്ധം, രാജ്യാന്തര ബന്ധമൊക്കെ സംശയിക്കുന്ന ഈ കേസിൽ ഈ SIT അന്വേഷണം നടത്തിയാൽ ഇത് ശരിയാകുമോ? കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാകുകയാണ്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഇപ്പോൾ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഭക്തൻ എന്നുള്ള നിലയിൽ നിങ്ങൾ തന്ത്രി അറസ്റ്റ് ചെയ്തോ, വേറെ ആരെ അറസ്റ്റ് ചെയ്തോ, പോറ്റി വന്നോ, പോറ്റി അറസ്റ്റ് ചെയ്തോ, KC വേണുഗോപാലിനെ കണ്ടോ ഇല്ലയോ, ഇതൊന്നും അല്ല. ഞങ്ങൾക്കറിയേണ്ടത് പിണറായി വിജയനെ കണ്ടാലും കണ്ടില്ലെങ്കിലും പോറ്റി കുറ്റക്കാരനാണെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് പോറ്റി, പക്ഷേ സോണിയാഗാന്ധിയുടെ ഒപ്പമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ വിദേശത്തുള്ള ആൻറ്റിക് ഷോപ്പുകൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്. ഞാൻ നേരത്തെ 3 ചോദ്യങ്ങൾ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചിട്ടും അദ്ദേഹം ബഹളം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. ചർച്ച അലങ്കോലപ്പെടുത്തി ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞങ്ങളുടെ കാര്യം വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊരൊറ്റയാളുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, അത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരോടും വിശ്വാസികളോടും. അവരുടെ വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടണം, അവരുടെ വിഷയം കൃത്യമായി അടയാളപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എൻ്റെ സാമാന്യ യുക്തിക്കുള്ളൊരു ചോദ്യമാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അത് ഇടതു വലത് മുന്നണികളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനായാലും, അതുപോലെ തന്നെ പത്മകുമാറായാലും, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശാന്ത് ആയാലും, വാസു ആയാലും ഇടതു വലത് മുന്നണികളിൽപ്പെട്ട ആളുകളാണ്. ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രികൾ, അത് കടകംപള്ളി സുരേന്ദ്രനായാലും രാധാകൃഷ്ണനായാലും ഈ പറയുന്ന വാസവനായാലും അതുപോലെ തന്നെ ശിവകുമാർ ആയാലും, ഇവരെല്ലാവരും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം തുറുങ്കിലേക്ക് പോകപ്പെടണം. ഇവരെല്ലാവരും അഴിമതി നടത്താൻ കൂട്ടുനിന്ന, അത് മുഖ്യമന്ത്രിയാണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം. അതാണ് നന്ദു, മന്ത്രിയായാലും തന്ത്രിയായാലും, അത്രേ ഉള്ളൂ. മന്ത്രിയായാലും തന്ത്രിയായാലും സാധാരണ അയ്യപ്പ ഭക്തന്റെ അവന്റെ വിശ്വാസങ്ങളെ വമ്പൻ സ്രാവുകളെ പിടിക്കേണ്ടേ എന്ന വിഷയമാണ് ഇതിനകത്തുള്ള പ്രശ്നം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചത്.